ഹലോ ഗൈസ്, രാവിലെ എണീറ്റ പാടും ഒരു ചായ നിർബന്ധമാണ്. അതൊരു കട്ടൻ ചായയും കൂടി ആയിക്കഴിഞ്ഞാൽ അടിപൊളിയാവും. ഇതേ വൈബുള്ള ആളാണ് എൻ്റെ അച്ഛനും. രാവിലെ എണീറ്റ പാടും ഒരു കട്ടൻ കാപ്പിയും അതിൻ്റെ കൂടെ കുറച്ച് മിക്സറൊക്കെ കഴിക്കുന്ന മനുഷ്യനാണ്. തിരുനെല്ലിയിലേക്ക് പോകാനുള്ള ഒരു എളുപ്പ വഴിയും കൂടിയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ അങ്ങോട്ട് കാണാനൊക്കെ. ഇന്നൊരു ഞായറാഴ്ച ദിവസമായിരുന്നു. ഞാൻ ഡെയിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ പായസം കുടിക്കാനായിട്ട് ഞാൻ അവിടെ എത്തിയില്ലെങ്കിലും എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കലുണ്ട്. അങ്ങനെ ഇന്നും ഒരുപാട് ആൾക്കാർ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവൻ നമ്മുടെ കൂട്ടത്തിലെ പ്രവീൺ. ഇവന്റെ ബർത്ത്ഡേയും കൂടിയാണെന്ന്. കുളിച്ചൊരുങ്ങി കറുത്ത ഷർട്ടും വെള്ളം മുണ്ട കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസത്തിൽ അവനാണ് എനിക്ക് പായസം തരേണ്ടത്. എന്നാൽ തിരിച്ച് ഞാനാണ് അവന് പായസം കൊടുത്തത്. നമ്മുടെ വീഡിയോയിൽ ഒരുപാട് ആൾക്കാരെ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ അവർക്കൊരു സന്തോഷമാണ്, അതുപോലെ എനിക്കൊരു ബിസിനസ്സുമാണ്. ഇവിടെ പായസം ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു പറയുമ്പോൾ ഈ ഒരു മോൾ എന്നെ തന്നെ ശ്രദ്ധിക്കുക. ഈ മാമൻ എന്ത് തേങ്ങയാ പറയുന്നതെന്നായിരിക്കും അല്ലേ. നമ്മുടെ വീഡിയോസ് കാണുന്നവരും ഫോളോവേഴ്സായി ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ബ്ലോഗിൽ ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയിൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ ക്യാമറ കണ്ണുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ഉൾപ്പെടുത്തി കഴിയുമ്പോൾ ഒരുപാട് ലോങ്ങുള്ള വീഡിയോസുകളാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ 3 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ കൂടിയാണ്. നമ്മുടെ കമ്പനിക്കാരൻ ലിബിൻ കൊപ്പം ബ്ലോഗ് എന്ന് പറഞ്ഞൊരു ബ്രോ നമ്മുടെ പായസം തന്നെ എനിക്ക് ഫുഡ് ചലഞ്ചുമായിട്ട് വന്നിട്ടുണ്ട്. ഒരു പായസം കുടിച്ചാൽ 100 രൂപയാണത്രേ. അങ്ങനെ ആ ഒരു ഗ്ലാസ് പായസം ഞാൻ കുടിച്ചിട്ടുണ്ട്. നല്ല ചൂടോടെയുള്ള പായസം ആയതുകൊണ്ട് തന്നെ ഒന്നിൽ തന്നെ നിർത്തിയിട്ടോ. ഇനി ഞാൻ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ പോവാ. നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ മുൻകൂട്ടി എന്നോട് പറഞ്ഞ ബ്ലോഗിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കച്ചവടം കഴിഞ്ഞായിരുന്നു കേട്ടോ. രാവിലെ എന്നെ സഹായിക്കാൻ വേണ്ടി വന്നുകൊണ്ട് തന്നെ കറക്റ്റ് ഉറക്കം കിട്ടിയിട്ടുണ്ടാവില്ല. അതിൻ്റെ ഉറക്കമാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നേരെ അവിടുന്ന് തിരിച്ചു കേട്ടോ. ഹോട്ടലിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. ഇന്ന് മീനിന് പകരം നല്ല ചിക്കൻ വരട്ടിയതായിരുന്നു. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് എത്തി. നമ്മുടെ ബോബിക്കുട്ടി എന്നെ കണ്ടപാടും പെൻഗിൻ വെള്ളം കണ്ട അവസ്ഥയിലാണ് നടന്നു വന്നത്. ബോബിക്കുട്ടിക്ക് ഇന്ന് മാത്രം കിട്ടിയ ഗിഫ്റ്റുകളാണ് ഇവ ഓരോന്നും. അതിൽ ബോബിക്കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സോനാ പപ്പടി എന്ന സാധനം കേട്ടോ. അതാകുമ്പോൾ തിന്ന് തീർക്കാമല്ലോ. അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ബോബിക്കുട്ടി എന്നോട് കുശലം പറഞ്ഞുകൊണ്ടിരിക്കുക. അച്ഛാ കാലിലെന്താ പറ്റിയ, അച്ഛാ കാലിലെന്താ വര, ഉണ്ണി കടിച്ചതാണോ എന്നൊക്കെ. അവസാനം ചോദിക്കുക, അച്ഛാ നേരത്തെ കൊണ്ടുവന്ന മുട്ടായിൽ ബാക്കി എവിടെയെന്ന്. ഇനി അങ്ങോട്ട് കാണുന്ന വീഡിയോസുകൾ ഞാൻ വെള്ളിയാഴ്ച ദിവസം ലീവ് എടുത്തായിരുന്നു. അന്ന് എന്നെ കാണാൻ വേണ്ടി മാത്രം വീട്ടിലേക്ക് വന്ന ആൾക്കാരാട്ടോ ഇതൊക്കെ. ഈ ഒരു മഴയത്ത് നമ്മുടെ വയലിലെ ചെളി പോലും വകവെക്കാതെ നമ്മുടെ വീട്ടിലേക്ക് ബോബിക്കുട്ടിയെ കാണാൻ മാത്രം വരണമെങ്കിൽ അത്രയും സ്നേഹമായിരിക്കും നമ്മളോടൊക്കെ അല്ലേ. അതേ ദിവസം തന്നെ 2 ഫാമിലിയാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നത് കേട്ടോ. നമ്മുടെ ബോബിക്കുട്ടിയുടെ കാര്യം കണ്ണ് തെറ്റി ഓടിപ്പോകുന്നത് പൈപ്പിൻ ചോട്ടിലേക്കാണ്. ഈ ഭാഗത്തുള്ള കർഷക അവാർഡ് നമ്മുടെ അച്ഛന് കിട്ടേണ്ടതായിരുന്നു. കിട്ടാത്തതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. ഇതൊക്കെ ആരും പുറത്തറിയുന്നില്ലല്ലോ. വൈകുന്നേരം ടൈമിൽ ഞാനൊന്ന് കടയിലേക്ക് പോയായിരുന്നു കേട്ടോ. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഞാൻ ഈ ചിരിക്കുന്നത് നമ്മുടെ ബോബിക്കുട്ടിയുടെ ഓട്ടം കണ്ടിട്ടാ. ഡോറ ഓടുന്ന പോലെയില്ലേ. എന്നെ കണ്ടപാടും വീട്ടിൽ നിന്ന് ഓടി വന്നിട്ടുണ്ട്. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അച്ഛൻ വീണ്ടും വാഴയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുക. ഈ ഒരു കാഴ്ച കാണുമ്പോൾ എനിക്കൊരു പഴഞ്ചൊല്ലാണ് ഓർമ്മ വരുന്നത്. എല്ല് മുറിയെ പണി ചെയ്താൽ പല്ല് മുറിയെ തിന്നാന്ന്. ബോബിക്കുട്ടിയും ആ ഒരു ടൈപ്പാ. ഗ്ലാസ് കഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.